മുത്തുമണീസേ, ആ ഒരു ഗേറ്റ് കണ്ടങ്ങള് അത് മൊത്തം പുളിങ്ങാക്കുരു കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് എവിടെ വെച്ചിട്ട് നമ്മളെ വേങ്ങര വലിയോറ, മറ്റേ പുത്തനങ്ങാടി വലിയോറ റുസ്തുൽ വിൽദാൻ മദ്രസയിലാട്ടാ. ഇവിടെ എല്ലാ വർഷവും നബിദിനത്തിന് ഗേറ്റ് വരെ ഉണ്ടാക്കുമ്പോൾ വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കല്. പല പല ഓരോ വർഷവും ഓരോരോ രീതിയാണ്. അപ്പൊ ഈ വർഷം അവർ ഗേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പുളിങ്ങാക്കുരു കൊണ്ടാണ്. ഒരു വെറൈറ്റി അല്ലേ? കംപ്ലീറ്റ് ഇതാ നോക്കി, കംപ്ലീറ്റ് പുളിങ്ങാക്കുരു കണ്ടാ. ഇത്രയധികം വവ്വാലുണ്ട് ഈ നാട്ടിൽ തോന്നുന്നുണ്ട് അല്ലേ? ഇവരൊക്കെയാണ് അതിന്റെ ആൾക്കാര്. നിങ്ങളുടെ പേര് മുത്തുകാട്ടിൽ. മുത്തുകാട്ടിൽ മുത്തു കാട്ടിലോ? ഇവിടെ ഒരു കാട്ടിലുണ്ടല്ലോ, അതെന്താ? ശരി, ഇത് കുടുംബസ്വത്താണോ? പേര് ജുറൈജ്, സൽമാൻ, ഷുഹൈബ്. സത്യത്തിൽ നിങ്ങൾക്ക് എന്തിന്റെ കേടാണ്? ഇത് കംപ്ലീറ്റ് പുളിങ്ങാക്കുരു. ഞാൻ ഒരു മിനിറ്റ് ഗേറ്റ് ഒന്ന് കാണിച്ചു കൊടുത്താട്ടോ, ഒരു മിനിറ്റ് ട്ടാ. ഇത് കണ്ടാണി, മുകൾ ഭാഗം ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അതും പുളിങ്ങാക്കുരു. ഈ പില്ലർ കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ്. എത്ര പുളിങ്ങാക്കുരു ഉണ്ട്? 5 ലക്ഷം പുളിങ്ങാക്കുരുണ്ട്. സംശയം ഉണ്ടെന്ന് പറയാനും പറ്റും, എണ്ണം പറഞ്ഞാലോ. 5 ലക്ഷം പുളിങ്ങാക്കുരു ഉണ്ട്. വല്ലാത്ത ജാതി. 4 അതാ ഇപ്പത്ത് പുറത്തുണ്ട് കേട്ടോ, കണ്ടാ. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴും കാണാം കംപ്ലീറ്റ് പുളിങ്ങാക്കുരു. അപ്പോളേ എന്തപ്പോ ഇതിന്റെ ഉദ്ദേശം? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പുളിങ്ങാക്കുരു സെലക്ട് ചെയ്തത്? വേറെ എന്തൊക്കെ കുരു ഉണ്ട് ഇവിടെ നാട്ടില്? അതായത് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയമാണ്. കാരണം നമ്മളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഏത് രീതിയിൽ വ്യത്യസ്തമാക്കാം എന്നാണ് വലിയോറയിലെ ഒരു പുതിയൊരു ചരിത്രമാണ്. കാരണം എല്ലാ മദ്രസയും ഫ്ലക്സ് കൊണ്ടുവെക്കുമ്പോൾ ഞങ്ങൾ വ്യത്യസ്തമായിട്ടുള്ളൊരു ആശയം കൊണ്ടുവന്നു. അത് ഇതിൽ കൈപ്രൻ അസീസ് വലിയോറയാണ് ഞങ്ങളുടെ ഇതിന് നേതൃത്വം നൽകിയത്. 20ഓളം വിദ്യാർത്ഥികൾ, ഇവിടുത്തെ ഈ മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇതിന് തുടക്കം കുറിച്ചത്. എല്ലാ വർഷവും ഏകദേശം 8 വർഷത്തോളം വ്യത്യസ്തമായിട്ടുള്ള ഓരോ സംഭവങ്ങളാണ്. ഈ വർഷം പുളിങ്കുരാണ്, കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് മുള, അതുപോലെ ഈർക്കിളി, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ് ഞങ്ങൾ നടത്തിയത്. അല്ല, അതായത് എല്ലാ വർഷവും നിങ്ങൾ ഇതേപോലെ ഗേറ്റ് ഉണ്ടാക്കും, എല്ലാം വ്യത്യസ്തമായിരിക്കും, എവിടെ ഇല്ലാത്ത രീതിയിലുണ്ടായിരിക്കും. ഫുള്ള് നാച്ചുറൽ ഞങ്ങൾ ചെയ്യുള്ളൂ, നാച്ചുറലായി ചെയ്യും. അതായത് നമ്മൾ ഫ്ലെക്സും കാര്യങ്ങളും ഒഴിവാക്കിയാണ്ട് എങ്ങനെ നാച്ചുറലേക്ക് ഫുള്ളായി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ മുള വെച്ചുണ്ടാക്കിയിട്ടുണ്ട്. അതിന് മുമ്പ് പ്രാവശ്യം 1 ലക്ഷത്തോളം ഈർക്കിളേറ്റ് നമ്മൾ ശേഖരിച്ചേക്കാണ്ട് 1 ലക്ഷം ഈർക്കിളി ഫുള്ള് നമ്മള് മേക്കിംഗ് ഫുള്ള് നമ്മളെ ഒരു 10 രൂപയോളം ആൾക്കാരുണ്ട്. തെങ്ങും കയറി വെട്ടി ഓല, പിന്നെ അതിന് പറ്റിയ ആൾക്കാരൊക്കെ ഇതിലുണ്ട്. ഇതിലെല്ലാ പരിപാടിക്കും പറ്റിയ ആൾക്കാരുണ്ട്. ഓരോന്ന് അടിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടാകും. അതുപോലെ വ്യത്യസ്തമായിട്ട് ഓരോന്നുണ്ടാക്കും. കഴിഞ്ഞ പ്രാവശ്യം മുളയിട്ടായിരുന്നു. അതിന് മുന്നേ നമ്മള് പിന്നെ ആശയന്റെ ചിപ്പിളി ഉണ്ടല്ലോ, വേസ്റ്റ് വരുന്നത്, അതും ഇതുപോലെ ഗമ്മിട്ടിട്ട് ഒട്ടിച്ചുണ്ടാക്കിയിട്ടുണ്ട്. ചൂടിക്കയറി ചുറ്റിച്ചുണ്ടാക്കിയിട്ടുണ്ട്. അല്ല, എന്താണ് അതിന്റെ കാരണം? എന്താണ് അങ്ങനെ ഉണ്ടാക്കാന്? അങ്ങനൊന്നുമില്ല, പ്രകൃതിദത്തമല്ലാത്ത എല്ലാ സംഗതി കൊണ്ട് നമ്മൾ ഉണ്ടാക്കും. അടുത്ത പ്രാവശ്യം ഇത് വ്യത്യസ്തമായിരിക്കണം. നമ്മുടെ നബിദിന ആഘോഷത്തില് ഒരു വ്യത്യസ്തത വലിയോറയിലെ എല്ലാവരും ചിന്തിക്കുക. ഈ നബിദിനാഘോഷത്തിന്റെ തലേന്ന് ഇവിടെ ഫോക്കസ് ആയിരിക്കും. കാരണം വ്യത്യസ്തമായിട്ടുള്ള ഒരു കവാടായിരിക്കും. പല രീതിയിലുള്ള അലങ്കാരങ്ങൾ നടത്തുമ്പോഴും വലിയോറയിലെ എല്ലാവരും ഫോക്കസ് ചെയ്യുക ഈ RVM മദ്രസയാണ്, റുസ്തുൽ വിൽദാൻ മദ്രസയാണ്. അതൊരു വ്യത്യസ്തമാകണമെന്ന്. രണ്ടാമത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുൽ ലത്തീഫിന്റെ സ്മാരക കവാടം കൂടിയാണ് ഇത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ചെറിയ ഇളം പ്രായത്തിൽ നമ്മൾ വിട്ടുപിരിഞ്ഞാണ്. വളരെ സജീവമായിരുന്നു. ഇതുപോലെയുള്ള എല്ലാ പ്രവർത്തനത്തിനും കഴിഞ്ഞ വർഷം, ഇതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ വളരെ സജീവമായിട്ടുള്ളൊരു പ്രവർത്തകനായിരുന്നു. അവൻ്റെ സ്മാരകം കൂടിയാണ് ഇത്. നമ്മളെ പ്രവാസി സുഹൃത്തുക്കളെ, നമ്മളെ സാമ്പത്തികമായിട്ടും എല്ലാത്തിനും ഞങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്ന നമ്മളെ പ്രവാസി സുഹൃത്തുക്കളെ. വോയിസ് ഓവർ ഈ പുളിങ്കുരു വാങ്ങപ്പോ അതിനകത്ത് സാമ്പത്തികമാണ് ഇത് കുറച്ച്. അല്ല, ഇത് കൊടുത്ത കിട്ടിയ പുളിങ്കുരു 1 കിലോന് 30 രൂപയാണ് വരുന്നത്. ഏകദേശം 3 കിൻഡലോളം പുളിക്കുരുണ്ട്. 3 കിൻഡല്. ഈ കാണുന്ന ഇത്രയും പുളിങ്ങാക്കുരു 3 കിൻഡൽ ഉണ്ട് പറഞ്ഞേ. ഈ കാണുന്ന ഈ ഗേറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഇത്രയും പുളിങ്കുരു 3 കിൻഡൽ ഉണ്ടല്ലേ? സത്യമാ? ഇതിന്റെ പുറത്തുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇതില് ഫസ്റ്റ് അത് വന്നതിന് ശേഷം ഇത് ഞങ്ങൾ കഴുകി വൃത്തിയാക്കി ഇത് വേർതിരിച്ച്, അതായത് ഇതിൽ കാണാം, ഇതിലൊരു ഡാമേജ് പോലും ഉണ്ടാവില്ല. വരുമ്പോൾ അതിലുള്ള ഡാമേജ് ഒക്കെ ഞങ്ങൾ വേർതിരിച്ച് അത് ഉണക്കിയതിന് ശേഷം ഇതുപോലെയാണ് ഞങ്ങൾ ഏകദേശം എന്താണെങ്കിലും ഒരു 3 ലക്ഷത്തിൽ കുറയാതെ ഈ സാധനം ഉണ്ട്.
അല്ല 3 കിൻഡല് സോറി 3 കിൻഡല് നിങ്ങൾ എവിടേക്കൊന്ന് ഉറപ്പിക്കേ 5 ലക്ഷം കുരു 3 കിൻഡൽ 5 ലക്ഷം പുളിങ്ങാക്കുരു ഇല്ലാന്നുണ്ടെങ്കിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എണ്ണിക്കളി അല്ല പിന്നെ സംഗതി ഏതായാലും ഉഷാറായിക്കണം. ഇനി അടുത്ത പ്രാവശ്യം എന്ത് കുരു കൊണ്ട് ഉണ്ടാക്കാൻ പോണേ? വ്യത്യസ്തമാണ്, ഇതിലും വ്യത്യസ്തമാണ്. ഇപ്പൊ തന്നെ ചർച്ച തുടങ്ങി അടുത്ത പ്രാവശ്യം എന്താ അറുപത് കുരു നിങ്ങൾ ഉണ്ടാക്കിയ ഞാൻ സമ്മതിക്കും. ഞാൻ ഇത് ഈ പണിക്ക് ഞാനും കൂടെ കൂടും, ഉറപ്പാണ്. സർവത്തിന് കുരു ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അടിപൊളി. അപ്പോളേ ഇതോടെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ? വല്ല റെക്കോർഡ് അങ്ങനെ എന്തെങ്കിലും? റെക്കോർഡ് എന്ത് റെക്കോർഡിൽ നമ്മളിപ്പോ ഇടം പിടിച്ചിരിക്കുന്നു. ഇനിയിപ്പോ അതിന്റെ ആൾക്കാർ അതിന്റെ പ്രോസസ്സിങ് കാര്യങ്ങൾ നടന്നു കൊടുക്കണേ. ഞാൻ അത് കഴിഞ്ഞിട്ട് ഗിന്നസ് ബുക്കുകളിലെ പേപ്പർ വർക്കും കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണ്ടേ. പുളിങ്ങാ കുരുക്ക് ഗിന്നസ് റെക്കോർഡാ? ഞങ്ങൾ തുടക്കം കുറിച്ചപ്പോ നമ്മള് ഗൂഗിളിലാണല്ലോ അത് സെർച്ച് ചെയ്യാം. ഗൂഗിളിൽ ഇങ്ങനെ ഒരു സംഭവമില്ല, അതുകൊണ്ടാണ് നമ്മൾ റെക്കോർഡും ചോദിക്കണ്ടേ ഗൂഗിളില്. രണ്ടാമത് ഏത് പശ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതും പോലും ഗൂഗിൾ നമുക്ക് പറഞ്ഞില്ല. കംപ്ലീറ്റ് സിലിക്കോൺ ഇട്ടുകൊണ്ട് ഒട്ടിക്കുന്നു അല്ലേ? രീതിയിലുള്ള പശകൾ നോക്കി 3, 4, 5ഓളം ടൈപ്പ് പശ, ഫെവിക്കോളിന്റെ ഇത്രത്തോളം പശ ഉണ്ട് നമ്മൾ അറിയില്ല. അതെ, അതിലൊന്നും നിൽക്കാൻ ലാസ്റ്റാണ് നമുക്ക് എന്ത് ചെയ്ത് സിലിക്കൺ മേലെ എത്തിയിട്ടുള്ളത്. ഇത് മൊത്തം ചെയ്യാൻ ഏകദേശം 50ഓളം സിലിക്കണിന്റെ ബോട്ടില്. എത്ര രൂപ എക്സ്പെൻസ്? 20 രൂപ. അത് നമ്മളെ കാൽക്കുലേഷനിൽ മൊത്തം പരിപാടികൾ നോക്കുകയാണെങ്കിൽ അത് കുറഞ്ഞ എക്സ്പെൻസ് ആണ് ഇതിന് വന്നിട്ടുള്ളത്. ഇത്തിരി ഹൈലൈറ്റ് ആയത് ഇതാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനെ കഴിഞ്ഞ് 3ാമത്തെ ദിവസം ഇതിപ്പോ നിലനിൽക്കും. 20ഓളം വിദ്യാർത്ഥികളാണ് നമ്മളുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ്